ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വീട്ടില് ബൊമ്മകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബൊമ്മകളൊക്കെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം കിട്ടിയോ എന്നുള്ള കാര്യം വന്നിട്ട് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്. അച്ഛാ, ചിലതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പല സ്ഥലങ്ങളിലും അലഞ്ഞിട്ടാണ് കിട്ടിയെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഈ ബൊമ്മകുലിന്റെ പേരും പറഞ്ഞിട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നേരത്തെ നിന്ന് നടക്കണമെന്നൊക്കെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇടയിലൂടെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് രേവതിയും തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബൊമ്മകൾ ഓരോന്നായിട്ട് എടുത്തു നോക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ സച്ചി അതിനകത്തുള്ള ഒരു ബൊമ്മ എടുത്ത് നോക്കുന്നത്. അത് കണ്ടിട്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതെന്ന്. ഇതില് ഇവര് നിൽക്കുന്ന ആ പോസില്ലേ സച്ചേട്ട, അത് ശൃംഗാരരസം പോസ് ആണെന്ന് പറയാണ്. ശൃംഗാരരസോ? നിനക്കെങ്ങനെ അതിനെ കുറിച്ചൊക്കെ അറിയുന്നത്? അമ്മ നടത്തുന്ന ഡാൻസ് ക്ലാസ്സിൽ ആ പയ്യനും ചെക്കനും ഇതുപോലെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊന്ന് ചോദിക്കുമ്പോ അതെ, പെണ്ണും ചെക്കനും അതേ സച്ചേട്ടാ. അന്ന് ഈ പോസ്റ്റിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഞാനും തെറ്റിദ്ധരിച്ചു, ഒരു പെണ്ണും ചെക്കനും ഇങ്ങനെയൊക്കെ നിൽക്കോ എന്നുള്ള കാര്യം ഞാനും വിചാരിച്ചിട്ട് അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ട് ചീത്ത കേൾപ്പിച്ചു എന്ന് പറയാണേ. പിന്നല്ലാതെ നീ ചെയ്ത കാര്യമല്ലേ അവള് പറഞ്ഞത്. നിക്ക് 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 എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് സംസാരം നിർത്താൻ വേണ്ടിട്ട് സച്ചി പറയുന്നുണ്ട്. എന്നതിന് ശേഷം ആ പെണ്ണ് എന്താണ് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞതെന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും മാസ്റ്റർ ശൃംഗാരരസം പോസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു, അത് കണ്ടിട്ട് ഇവരെ തെറ്റിദ്ധരിച്ചു എന്ന്. ഓ, ഇത് കേട്ടപ്പോ തന്നെ അമ്മയ്ക്ക് കരി തുള്ളിയിട്ടുണ്ടാവല്ലോ, നിന്റെ തലമേല കയറി ആടിയിട്ടുണ്ടാവല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അതെ, ഞാൻ ചുമ്മാ വെറുതെ വാങ്ങിക്കെട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. എന്തായാലും നീ പോട്ട് കൊടുക്കാനോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്ര. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഞാനൊരു കാര്യം അമ്മേ തെറ്റിദ്ധരിച്ചു പോയി, ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് കേട്ട രവിയും പറയുന്നുണ്ട്, രേവതി ആ കാര്യം കണ്ടപ്പോ തെറ്റിദ്ധരിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് രേവതിയെ ചീത്ത വിളിക്കാണോ ചന്ദ്ര ചെയ്യേണ്ടത്? എന്റെ സ്റ്റുഡൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിലും ഇവളെങ്ങനെയാണ് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക? അവള് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാ, എന്നിട്ട് പോവാ, അതല്ലേ ചെയ്യേണ്ടത്? അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്തുതിയും പറയുന്നുണ്ട്. അല്ലെങ്കിലും അമ്മ, ഇവർക്കൊക്കെ ഭരതനാട്യത്തെ കുറിച്ചിട്ട് എന്താണ് അറിയാന്ന് ചോദിച്ചിട്ട് രേവതി അങ്ങ് താഴ്ത്തിക്കെട്ട് സംസാരിക്കുമ്പോ സച്ചിയും കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ച്. പിന്നെ ഇവൻ ഭരതനാട്യത്തില് പട്ടം മേടിച്ച ആളല്ലേ, ഭരതനാട്യത്തെ കുറിച്ചിട്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ആട്ടിനെ കുറിച്ചിട്ടാ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ശ്രുതി അത് വിട്ടേക്ക്, അല്ലെങ്കിലും അവർക്കത് പറഞ്ഞ മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. ശ്രുതി, നീ പറഞ്ഞത് കറക്റ്റ് ആണ്. അങ്ങനെയാണ് ഇവള് ഒന്നും അറിയാതെ ആ കുട്ടികളെ കുറിച്ചിട്ട് മോശമായിട്ട് രീതിയിൽ സംസാരിച്ചത്. ഇതുപോലത്തെ പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നവർക്ക് തെറ്റായിട്ടുള്ള രീതി തന്നെ തോന്നുകയെന്ന് പറഞ്ഞിട്ട് സച്ചി ആ ഫോട്ടോ എല്ലാവർക്കും കാണിക്കുന്നുണ്ട്. രേവതി ഇതുപോലെ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അതേ സച്ചേട്ടാ, ഇതുപോലെ തന്നെയാണ്. രേവതി, നീ ഇവരെടുത്ത് ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടാ നിന്നതെന്നുള്ള കാര്യം മുഴുവനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഇവരടുത്തൊക്കെ കാര്യങ്ങൾ മൊത്തത്തിൽ പറയണം, ഇല്ലെങ്കിലുണ്ടല്ലോ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിച്ചിട്ട് വേറെ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. എടാ, ഞാൻ അതുപോലെയൊന്നുമല്ല, എനിക്കങ്ങനെ വേറെ തിരിച്ച് ആരും കാണാനൊന്നും അറിയത്തില്ല, ഞാന് എല്ലാവരും ഒരുപോലെ കാണാന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ രവി ചന്ദ്രയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. രേവതി, ആന്റിക്ക് അറിയില്ലേ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള കാര്യം? നീ ചിലപ്പോ അത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് പറയുമ്പോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് ശ്രുതിയുടെ വായടപ്പിക്കാനുണ്ടോ രവി? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീത്ത വിളിക്കുക തന്നെയല്ലേ വേണ്ടെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, അങ്ങനെയാണെങ്കിൽ നീ ചെയ്ത തെറ്റിനല്ല, നിന്നെ വിളിച്ചിരുത്തിയിട്ട് ഒരു മാസം മുഴുവൻ തെറി വിളിക്കണോ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. കേട്ടില്ല വെച്ച അവൻ സംസാരിക്കുന്നത്, അല്ലെങ്കിലും ഇവൻ എങ്ങനെയാണ് ആർട്ടിന്റെ ഒക്കെ വില എന്താന്നുള്ള കാര്യം അറിയുന്നത്? ശ്രുതി പറഞ്ഞത് കറക്റ്റ് ആണ്. ആന്റി ചീത്ത വിളിച്ചതിൽ ഒരു തെറ്റുമില്ല. ഇതുപോലത്തെ ഭരതനാട്യം അതുപോലെ മ്യൂസിക് മറ്റു ആർട്ടുകളിലൊക്കെ അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം തന്നെ വരും. അത്രയൊക്കെ പറഞ്ഞ് കേട്ടിട്ടും സച്ചി വീണ്ടും ചോദിക്കുന്നത്, നീ രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് നിന്ന് എന്നുള്ള കാര്യം? പറയാൻ എവിടെ അനുവദിച്ചത്? അതിനു മുമ്പ് തുടങ്ങിയില്ലേ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്? ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, എടി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കലയെ മോശപ്പെട്ട രീതിയിൽ നീ സംസാരിക്കുന്ന കേട്ടാ എനിക്ക് ദേഷ്യം വരില്ലേ? ഭരതനാട്യത്തിൽ എത്ര ഭാവങ്ങളുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയോടി? തിരിച്ച് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, പൂ കെട്ടുന്ന സമയത്ത് എത്രയാണ് ഒരു മുളം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഞാൻ എന്തിനാണ് അതൊക്കെ അറിഞ്ഞു വെക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, അല്ലെങ്കിലും എല്ലാവർക്കും അവരവരുടെ ജോലിയെ കുറിച്ചിട്ട് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ രേവതി എന്തിനാ അറിയുന്നത്? അച്ഛാ, അമ്മയുടെ അടുത്ത് ശൃംഗാരരസം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടിട്ട് രവിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് രവി ചോദിക്കുമ്പോ, അച്ഛാ അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ള കാര്യം.
ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ നീ ആ രസം ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് രവിയും പറയുന്നുണ്ട്. രവിയേട്ടാ, അത് നിങ്ങളുടെ വായത്തന്നെ പറയാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ എന്നുമായിട്ട് എന്ത് രീതിയിലാണോ യോജിച്ചു പോകുന്നത്, നിങ്ങൾക്ക് അതുപോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ അതിനെ കുറിച്ചൊക്കെ 30 വർഷം മുമ്പ് ചിന്തിക്കണമായിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ ചന്ദ്രയെ കാര്യമുള്ളത്? അതൊന്നും എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട്, ഇതെന്താ പൂ കെട്ടുന്നത് പോലെയും അതുപോലെ കാർ ഓടിക്കുന്നത് പോലെയൊക്കെയാണോ? ഭരതനാട്യമാണ്, അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എടാ ബിസിനസ് മാനെ, ഇവിടെ വേറെ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നീ തലയിട്ടിട്ട് മേടിച്ചു കെട്ടാൻ വേണ്ടി നിൽക്കണ്ട, മിണ്ടാതിരുന്നോ. അച്ഛാ, എന്തായാലും രേവതി തെറ്റിദ്ധരിച്ചതാണോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞതാണോ എന്നുള്ള കാര്യം അമ്മയുടെ അടുത്ത് ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പറ, അപ്പോഴേലും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അച്ഛാ, അമ്മയുടെ അടുത്ത് ഈ പോസ്റ്റിൽ നിൽക്കാൻ വേണ്ടി പറ എന്ന് വീണ്ടും ചാച്ചി പറയുന്ന സമയത്ത് ഇത് ശൃംഗാര രസമല്ല. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ അച്ഛാ, ആ പിള്ളേര് ഈ രീതിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ രേവതി കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റെന്തോ നടന്നിട്ടുണ്ട് അച്ഛാ. അതുകൊണ്ട് തന്നെ അമ്മ ശൃംഗാര രസം എന്താന്നുള്ള കാര്യം കാണിച്ചു തരട്ടെ. ചന്ദ്രേ, ഇതിന് ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ. നീ ശൃംഗാര രസം എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശൃംഗാര രസം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു പറയാണേ. ഞാൻ എന്തിനാ ചന്ദ്രൻ ചോദിക്കുമ്പോ വാ രവിയേട്ടാ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണ്. അങ്ങനെ ശൃംഗാര രസം കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ചെയ്യുന്നത്. അതേസമയം രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, ഇതുപോലെയാണോ എന്നുള്ള കാര്യം. അല്ല എന്നാണ് രേവതി തലയാട്ടിക്കൊണ്ട് പറയുന്നത്. ഇതാണ് ശൃംഗാര രസം എന്ന് അവസാനമായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. ശരി, അമ്മ ഇപ്പൊ ആടിയതാണ് ശൃംഗാര രസം. ഇതിനകത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. രേവതി ആ പിള്ളേരെ കണ്ടിരിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോ ഇതിലെന്തോ ഇല്ലേന്ന് സച്ചി ചോദിക്കുകയാണെ. സച്ചിൻ രേവതിയും പറഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്റെ പിള്ളേര് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള പിള്ളേരൊന്നും ഞാൻ എന്റെ സ്കൂളിൽ ചേർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വരുമ്പോ എല്ലാവരും നല്ലപോലെയായിരിക്കും, വന്നതിന് ശേഷമായിരിക്കും എല്ലാം തലതിരിയുന്നതെന്ന് സച്ചി പറയുമ്പോ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഉടനെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഇത് കേട്ട ദേവിയാണെന്നുണ്ടെങ്കിൽ ആ കഴിവ് എനിക്കില്ലാതെ പോയി എന്ന് പറയാണേ. ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ 30 വർഷം മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു പോയേനെന്ന് പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾ എന്താ രവിയേട്ടാ ഈ വെറുതെന്ന് ചോദിക്കാനോട്ടോ ചന്ദ്ര. അല്ല ചന്ദ്രേ, നിന്നെ വിശ്വസിച്ചിട്ടാണല്ലോ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ അങ്ങോട്ടേക്ക് വിടുന്നത്. എന്നാ രേവതി പറഞ്ഞത് വെച്ച് നോക്കുന്ന സമയത്ത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യം പോലെ തോന്നിയില്ല. അവിടെ വരുന്ന പിള്ളേരുടെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാണുള്ളത്. അവിടെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ നിന്റെ തലയാണ് ഉരുളാൻ വേണ്ടി പോകുന്നത്. രേവതി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ള കാര്യം നീ ഒന്ന് അന്വേഷിക്കുന്നത് ചന്ദ്രേ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോ അവള് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? അവളുടെ ശ്രദ്ധ ഇപ്പൊ മൊത്തം കൊലു വെച്ചിട്ട് ഇവിടെ കിടന്നിട്ട് ആടണം. ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എടുത്തോണ്ട് വരിക എന്നുള്ള കാര്യം അവൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അവള് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അമ്മ തെറ്റായിട്ടൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ എന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയണ്ട. നാളെ മുതൽ ഭക്ഷണം നീ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് നേരെ ചാടുവാണ് ചന്ദ്ര ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടില്ല ഈ നാടകമൊക്കെ നീ കളിക്കുന്നത്. എനിക്കൊരു തേങ്ങാക്കൊല്ലി നീ കൊണ്ടുതരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാലി തുള്ളിയിട്ട് ചന്ദ്ര അങ്ങ് പോവാണ്. ചന്ദ്രമതിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള കാര്യം രവിക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി നീയും ഭക്ഷണം എടുത്തിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയി അലയേണ്ട ആവശ്യമൊന്നുമില്ല. നീ സാവധാനം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് കയറി പോവാണേ. അത്രയൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ മുഖത്തൊരു മൂഡ് ഓഫ് കാണുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ രേവതി ടെൻഷൻ ആവുന്നത്? നിനക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ചോ? നീ നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണേ. സുദീപ് ഷോറൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് വന്നിട്ട് വാഷിംഗ് മെഷീന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നു, ഡീലറിന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും സുധി കേൾക്കുന്നില്ല. ശ്രുതി എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുമ്പോഴാണ് എന്താ ശ്രുതി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. ശ്രുതി, ഞാൻ നിന്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്? വാഷിംഗ് മെഷീന്റെ സ്റ്റോക്ക് തീർന്നു, നീ ഉടനെ തന്നെ ഡീലേഴ്സിനെ വിളിച്ചിട്ട് പറയണം എന്നുള്ള കാര്യം പറയാണേ. അതൊക്കെ ശ്രുതി എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഡീലർ എത്രയും പെട്ടെന്ന് തന്നെ 75,000 രൂപ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിനെന്താ ശ്രുതി, പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണം വേണ്ടേ? ഓൾറെഡി കുറച്ച് പണം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് റൗണ്ട് ചെയ്തു. പിന്നെ നിന്റെ ഫ്രണ്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പണം കൊടുത്തില്ലേ? മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ ഞാനാണ് പെട്ടിരിക്കുന്നത്. അല്ല മീരയുടെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയാണ്? അതിന് മീരയുടെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അല്ല അവളുടെ അമ്മയ്ക്കല്ലേ സർജറി കഴിഞ്ഞത്, ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ അത് ശരിയാണ്, സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അതിനെല്ലാം ശ്രുതി നിന്റെ അടുത്താണ് താങ്ക്സ് പറയേണ്ടത്. മീരയുടെ അമ്മയ്ക്ക് സുഖമില്ല, സർജറി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മീരയെ കൊണ്ട് പണം മേടിപ്പിക്കാൻ കേട്ടോ ശ്രുതിയുടെ അടുത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ശ്രുതി കാരണമാണ് അവളുടെ അമ്മ ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നത്. എല്ലാത്തിനും ശ്രുതിയെ വേണം, ശ്രുതിയുടെ അടുത്ത് നന്ദി പറയണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പൊക്കിയിട്ട് ശ്രുതിയെ ഇങ്ങനെ പൊക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പൊ പോയിട്ട് ഇപ്പൊ ഞാനാണ് പെട്ടിരിക്കുന്നത്. കയ്യിൽ കാശേ നിൽക്കുന്നില്ല. പോരാത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊലു വെക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞിട്ട് 5000 രൂപ മേടിച്ചോണ്ട് പോയി. നമ്മുടെ കഥയും അതുപോലെ ബൊമ്മകളെ പോലെ തന്നെയാണ്. അവര് പടിയിലിരിക്കുന്നു, നമ്മളാണെന്നുണ്ടെങ്കിൽ കടയിലിരിക്കുന്നു. സുധി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പെറുപെടുത്തോണ്ടിരിക്കുന്നത്? ആ 5000 ഞാനല്ലേ തന്നത്. ശരിയാണ്, പക്ഷെ ബിസിനസ് ഇപ്പൊ ഭയങ്കര ഡള്ളല്ലേ. ഇപ്പൊ എന്തായാലും ഫെസ്റ്റിവൽ സീസൺ അല്ലേ, നമുക്ക് നല്ല കച്ചവടം വരും എന്നുള്ള കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കാനുണ്ട് ശ്രുതി. അപ്പോഴേക്കും കടയിലേക്ക് ഒരാൾ വരുന്നുണ്ട്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല കസ്റ്റമർ വരുന്നുണ്ട്. ഞാനൊന്ന് പോയി ഡീൽ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവർക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അറൌണ്ട് 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് കേട്ടോ അയാൾ നടത്താൻ വേണ്ടി പോകുന്നത്. സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് കാര്യം പറയുന്നുണ്ട്. ശ്രുതി, നീ പറഞ്ഞതുപോലെ തന്നെ നല്ല സെയിൽസ് നടക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും 10 ലക്ഷം രൂപയുടെ മേലെ വരും. നമുക്ക് എന്തായാലും 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ശ്രുതിയും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്, ഞാൻ പറഞ്ഞിട്ട് ശ്രുതി, എല്ലാം ഇനി നല്ലതിൽ നടക്കുള്ളൂ, നിനക്കിനി നല്ല ടൈമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എങ്ങനെ പൊക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമറിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്തും കൂടെ വരാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട്. സർ, അറൌണ്ട് 13 lakhs ആകും. ഇന്ന് സാർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുകയാണേ. നാളത്തേക്കല്ല എന്ന് പറയുമ്പോൾ പിന്നെ സാർ എപ്പോഴേക്കാണ്? 7-ാം തീയതിക്കാന്ന് പറയുകയാണേ. 7-ാം തീയതി എന്താ പ്രത്യേകത? ഒരു ലോട്ടറി ടിക്കറ്റിന്റെ പേരും പറഞ്ഞിട്ട് എന്റെ അനിയൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നു പറയാണ്. ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 കോടി രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. കൊട്ടേഷൻ മേടിച്ചിട്ട് ഇത് 13 lakhs അത്രേ ഉള്ളൂ അല്ലേ. ഞാൻ വിചാരിച്ചൊരു 50-60 ലക്ഷം രൂപ വരുമെന്ന്. നിങ്ങളുടെ കടയിൽ അത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ അല്ലേ. ഇപ്പൊ ഞാന് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്കാണ് അയക്കേണ്ടി വരിക. ഇവരെ കൊച്ചാക്കുന്ന രീതിയിലാണ് കേട്ടോ അയാൾ സംസാരിക്കുന്നത്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പോക്കറ്റിൽ ഇപ്പോ 5 പൈസ പോലും ഇല്ല അല്ലേ. ലോട്ടറി അടിക്കുന്നത് വിചാരിച്ചിട്ടാണല്ലേ നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ടും ലോട്ടറി അടിക്കുന്നുള്ള കാര്യം ജോത്സ്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല. ഞങ്ങളെന്താ ഇവിടെ ചുമ്മാ ഇരിക്കാന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി പോടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ശ്രുതി ഒന്ന് നീ സമാധാനമായിട്ട് ഇരിക്കുന്നു പറയുന്നുണ്ട്. എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്നത്? ഇത് നോക്കൂ, എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കും അത് ബെനിഫിറ്റ് ഉള്ള കാര്യമല്ലേ. നിങ്ങൾക്കും 40 lakhsന്റെ ബിസിനസ് നടക്കും. അപ്പൊ നിങ്ങളും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നൊക്കെ ആ കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ വട്ടാക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ എന്തോരം പ്രശ്നങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ. അതിന്റെ ഇടയ്ക്ക് മനുഷ്യനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് നോക്കൂ, ഞാൻ ഏതെല്ലാം കടകളിൽ പോയി എന്നുള്ള കാര്യം അറിയോ. ഫർണിച്ചർ കടയിൽ പോയി, കമ്പ്യൂട്ടർ ഷോറൂം പോയി, പിന്നെ ഫോണിന്റെ ഷോറൂമിൽ അവിടെ ഇവിടെയൊക്കെ പോയി എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ നിങ്ങള് ഈ ഷോറൂമിലുള്ള ആൾക്കാരെയൊക്കെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണല്ലേ. നിനക്കൊന്നും നാണയില് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് നിങ്ങളെന്താ ബുദ്ധിയില്ലാത്തതുപോലെ സംസാരിക്കുന്നത്? കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കാണിക്കലല്ലേ നിന്റെയൊക്കെ പണി. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കട പൂട്ടി പോകുന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത് ചോദിച്ചിട്ട് അയാളുടെ ഷർട്ടിന്റെ കോളറിന് കയറി പിടിക്കുന്നുണ്ട്. ശ്രുതിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിക്കുമ്പോഴാണ് ശ്രുതിയുടെ കഴുത്തിലെ കരിങ്ങാലിമാല കാണുന്നത് കേട്ടോ. ഈ മാല നീ എന്തിനാ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ വിശ്വാസമാണ്. അതുപോലുള്ള വിശ്വാസം കൊണ്ട് തന്നെ ഞാനും വന്നത്. ഇതിനൊക്കെയാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ പൊക്കോളാം, എന്തായാലും എനിക്ക് ലോട്ടറി അടിക്കും, പക്ഷെ നിങ്ങളുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങില്ല. നിങ്ങളെക്കാൾ നല്ല കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ, ഓ നിങ്ങൾ കുറെ കാണിക്കും, പോ അവിടെ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിന്റെ അടുത്ത് പിടിച്ച് പുറത്താക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ പുതിയ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അയാളാണ് കേട്ടോ ഇയാളെ പൊക്കി എടുത്തിട്ട് പുറത്ത് കൊണ്ട് കളയുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് അവിടെ സ്റ്റാഫുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളൊക്കെ എന്താ നോക്കി നിൽക്കുന്നത്, പോയി ജോലി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നുണ്ട്. മൊത്തം കലിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേറൊരാൾ കയറി വരുന്നത്. കണ്ടല്ലൊരു സ്വാമിയെ പോലെ തോന്നുന്ന ആളാണ്. വന്നോടനെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ്ട് ടെൻഷൻ അടിക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ ബിസിനസ്സിൽ ഒരു വലിയ ആളാവാൻ വേണ്ടി പോകുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഇരുന്നിടത്ത് അങ്ങ് എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരാള് ഒരു കാര്യം പറഞ്ഞു നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ട്. എന്താ ലെറ്ററോ മറ്റോ തന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ആ ലെറ്റർ തന്നത് ആരാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാമെന്ന് അദ്ദേഹം പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാളും അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. ശ്രുതി, നമുക്ക് ഇന്ന് എന്തായാലും പോണം. എന്തിനാ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഭയപ്പെടുത്തുന്നത് ആരാന്നുള്ള കാര്യം അറിയണ്ടേ, അതുകൊണ്ട് നമുക്ക് ആ ബോഡി ഗാർഡിനെ കൂട്ടിയിട്ട് പോകാം, നീ എന്തായാലും വരണോ എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അവിടുന്ന് പോകുന്നത്. ആ നവീന്റെ പണിയായിരിക്കും. ഇന്നിനിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണ്. തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ് ആണ് കേട്ടോ. ചന്ദ്രമതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞല്ലോ 2 പിള്ളേര് കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്ററിലെല്ലാം മോശപ്പെട്ട രീതിയിൽ കണ്ടു എന്നുള്ള കാര്യം. രേവതി പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര ആ കാര്യം വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പ്രാക്ടീസ്
പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവർ കൈകൾ ഇങ്ങനെ തൊടുന്നതും അവിടെ ഇവിടെയൊക്കെ സ്പർശിക്കുന്നതൊക്കെ ചന്ദ്രയുടെ കണ്ണിൽ പെടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് രേവതി പറഞ്ഞതും അതുപോലെ തന്നെ രവി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സുകൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ആ പെണ്ണിനെ ആ ചെക്കൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് ആക്കുവാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല കുറച്ച് വിട്ടു നിൽക്കാനും പറയുന്നുണ്ട്. ഞാനില്ലാത്ത സമയത്ത് സ്വയം അവിടെ ഇവിടെയും പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ഏതൊരു കലയാണെന്നുണ്ടെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നും കൂടി ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെണ്ണിന്റെ അടുത്ത് ഇനി മുതൽ ഫ്രണ്ടിലും അതുപോലെ ആണിന്റെ അടുത്തും പുറകിൽ നിന്നാൽ മതി ഇനി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആ പുറകുന്ന ചെക്കൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മാസ്റ്റർ നിങ്ങൾക്ക് ഞങ്ങളുടെ മേലെ സംശയം ഉണ്ടെന്ന്. ഞാനെന്തിനാ നിങ്ങളെ സംശയിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കളിക്കുന്ന സമയത്താണെങ്കിൽ മറ്റുള്ളവർക്കും അത് നല്ലൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറയാണ്. അല്ല മാസ്റ്റർക്ക് ഞങ്ങളുടെ മേലെ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വീണ്ടും ആ ചെക്കൻ ചോദിക്കുന്ന സമയത്ത് അതില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കലയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചതാണ്, പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണമായിട്ട് വരിക. എല്ലാവരും പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ ഇന്ന് എന്റെ വീട്ടിൽ കൊലുപൂജ ചെയ്യണം, അവരോട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുവാണ് ചന്ദ്ര. അവരുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ ഭാമിയും മാറി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് രേവതി ഫുഡ് കൊണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇന്നലെ വരെ അവള് കൊണ്ടുവന്നില്ലേ, ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതാണ്. അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. വീട്ടില് അവള് കാരണമാണ് എനിക്ക് പ്രശ്നം. എവിടെയെങ്കിലും എനിക്ക് ഇച്ചിരി സമാധാനം വേണ്ടേ. അവള് ഇന്നലെ വന്നിട്ട് ആ പെണ്ണിനും ചെക്കനും ചീത്ത വിളിച്ചു പോയത് കേട്ടില്ലേ? അത് അവള് അറിയാത്തെന്തോ ചെയ്തു പോയതല്ലേ? അല്ല, അവർ രണ്ടുപേരും വന്ന സമയത്ത് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ കണ്ടു എന്നാണ് അവള് പറയുന്നത്. ഓ, അതുകൊണ്ടാണോ നീ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് മാറ്റിയത്? അതൊരു കാരണം തന്നെയാണ്. തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ലല്ലോ. ചന്ദ്രേ, ഇത് എന്റെ വീടാണ്. ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകൂട്ടോ. രേവതി പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോ തെറ്റായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. അവരെ സ്നേഹിച്ചിട്ട് വീട് വിട്ടെങ്ങാനും ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇവിടെ വന്നിട്ട് നമ്മളെയും പോക്കില്ലേ? നീ ആ രേവതിയേക്കാളും കഷ്ടമാണല്ലോ ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു പറയുമ്പോ ഇല്ല ചന്ദ്രേ, നമ്മളെക്കാൾ കൂടുതൽ ഈ രേവതിക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം അവള് ഈ ലോകത്ത് ജീവിക്കുന്ന പെണ്ണാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാകും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. ആ ചെക്കന്റെ നോട്ടമുണ്ടല്ലോ, അത് ഒട്ടും ശരിയല്ല. ഞാനും പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ മോൻ പോലും കൂടെ നിൽക്കില്ല. ആകെ ഉള്ളത് എനിക്ക് ഈ വീടാണ്. അതിനും ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല ചന്ദ്രേ. രണ്ടുപേരെയും ഉടനെ തന്നെ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചന്ദ്ര പ്രശ്നം വരും എന്ന് പറയാണേ. അതൊന്നും വേണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രേവതി പറഞ്ഞിട്ട് ഞാൻ ചെയ്ത പോലെ ആകും. നീ നിന്റെ ഗൗരവം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ വാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ അവസാനം എനിക്ക് പ്രശ്നമായി വരരുത്. നീ എന്തിനാണ് ഭാമയെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? നീ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഭാമയെ ആശ്വസിപ്പിക്കാനാണ് ചന്ദ്ര ചെയ്യുന്നത്. രേവതി ശരിയല്ല, രേവതി ചന്ദ്രയെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രേവതി പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രയ്ക്കും തോന്നുവാണ്. പക്ഷെ ചന്ദ്രയുടെ അഭിമാനം അത് മാത്രമാണ് ആ പിള്ളേരെ അവിടെ നിർത്തുന്നത്. പക്ഷെ ചന്ദ്രയ്ക്ക് നല്ല എട്ടിന്റെ പണിയാണ് കേട്ടോ ആ പിള്ളേര് കൊടുക്കുന്നത്. രേവതിയുടെ വാക്ക് കേൾക്കാത്ത ചന്ദ്രയ്ക്ക് നല്ല പണി കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ആ രണ്ട് പിള്ളേരും അവിടുന്ന് പോകുന്നത്. അതിന്റെ എപ്പിസോഡുകളൊക്കെ വരുന്നതിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്